Video is for informational and educational purpose only. We do not guarantee any income. വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ സോഷ്യൽ മീഡിയ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പറയാനായിട്ട് പറ്റും. ഞാൻ ഏകദേശം പുതിയ സ്റ്റോറിൽ 16K റുപ്പീസോളം ഞാൻ 1 മന്തിനുള്ളിൽ തന്നെ ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാടധികം ഡിസഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലുപരി അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. നിങ്ങളത് പ്രോപ്പറായിട്ട് ഒന്ന് യൂസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് എന്താണ് ക്യാഷുകളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതും ഒരുപാടിലധികം നമുക്ക് എന്താണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം തന്നെ ഒരു പേജ് ഉണ്ട്, അതായത് ഒരു പേഴ്സണൽ അക്കൗണ്ട് അല്ല, അതായത് ഒരു ക്രിയേറ്റർ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്യാഷുകളൊക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പല പല ബ്രാൻഡ് കൊളാബറേഷൻസ് അതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഈ വീഡിയോ അതിനെ കുറിച്ചൊന്നും അല്ല. നമുക്ക് എങ്ങനെ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് പ്രോഡക്റ്റ് സെല്ലിംഗ് പേജിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും, അതുവഴി എങ്ങനെ പ്രോഡക്റ്റ് സെല്ല് കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ തന്നെയാണ്. എനിക്ക് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. കൂടുതൽ എന്തായുള്ള വീഡിയോ കാണാൻ തന്നെയാണ് ഞാൻ എന്റേതായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്, അതിന്റെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. സീറോ ഇൻവെസ്റ്റ്മെന്റ് കാലത്തിനാണ് ഞാൻ ഒരുപോലെ വാങ്ങുന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ബയോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ മെമ്പേഴ്സായിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് ഏർണിംഗ്സ് ഗ്രോയിങ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഡൗട്ടുകളൊക്കെ എന്താ ചോദിക്കാനും പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ മൊബൈലും കാര്യങ്ങളും തന്നെയാണ് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതിന്റെ ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും. നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം അത്രമാത്രം ഞാൻ ക്യാൻവ യൂസ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഞാൻ എല്ലാ സംഭവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ ഇതിന്റെ അതായത് ഇൻസ്റ്റാഗ്രാം കുറിച്ച് പാർട്ട് 1 ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. പാർട്ടല്ല, അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് മാസം 10K എങ്ങനെ ജനറേറ്റ് ആകാൻ പറ്റുന്ന ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണുന്ന ഫ്രണ്ട്സ് ജസ്റ്റ് അതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ആക്കിയിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ ഈ വീഡിയോ എന്താണ് ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ. സോ ആ വീഡിയോ കുറിച്ചാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടാക്കേണ്ട മറക്കണ്ട. സോ ചാനൽ സബ്ബുകളൊക്കെ ചെയ്യാം. 200 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങൾ തന്നെയാണ്. സോ പെട്ടെന്ന് അച്ചീവ് വേണ്ടി തോന്നുന്നു. ജസ്റ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ലൈക്ക് കൊടുക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യേണ്ട മറക്കണ്ട. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ആയി തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. സോ ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം എത്തേണ്ട പാർട്ട് 2ലേക്ക് എല്ലാവരും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ പാർട്ട് 1. ഓക്കെ, പാർട്ട് 1 എന്ന് പറയാൻ പറ്റില്ല, ഇത് വേറൊരു പാർട്ടാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് നമുക്ക് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ ഒരു അഡ്വാൻസ് വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. എല്ലാ മെത്തേഡും ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ഒരു പ്രോഡക്റ്റ് എങ്ങനെ സെല്ലാക്കാനായിട്ട് പറ്റും അതിൻ്റെ ഏറ്റവും കാര്യമെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാലും നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുള്ളൂ. നിങ്ങൾ പകുതി വെച്ച് സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, ഇത് കുറച്ച് എന്താണുള്ള പാട്ടുകളൊക്കെ ആയിരിക്കും. സോ ഞാൻ ഇതെല്ലാം റെക്കോർഡ് ആകുന്ന മൊബൈലിലാണ്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ചാനൽ കാരണം സബ്സ്ക്രൈബും കാണാനൊക്കെ ചെയ്യുക. ഓക്കെ, ചാനൽ സബും കാണാനൊക്കെ ചെയ്യുക. വീഡിയോ ലൈക്ക് കൊടുക്കുക. വീഡിയോ പറ്റി അഭിപ്രായങ്ങൾ കമൻറ്റ് ആക്കുക. നിങ്ങളുടെ എന്താണ് ഡൗട്ടുകളാണെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാലും മതി, ഞാൻ ക്ലിയർ ആയി തരുന്നതായിരിക്കും. അതുമാത്രം നമ്മുടെ ചാനലിൻ്റെ ബയോ നോക്കിയാൽ നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പ് കാണാൻ പറ്റും. ജോയിൻ ചെയ്യാൻ ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഞാൻ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാൻ കുറച്ച് ഇൻട്രൊഡക്ഷൻ തരാനുണ്ട്. ഓക്കെ, സോ ഈ ഒരു ബിസിനസ് മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു 14 to 25 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് മോഡലാണ്. ഓക്കെ, അതും സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ. ഓക്കെ, സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മെയിൻ പാർട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വയസ്സ് എത്രയാലും കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ഇത് ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ, 14 മുതൽ 25 കൂടുതൽ. ഓക്കെ, ഞാൻ ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വയസ്സ് എത്രയായാലും കുഴപ്പമില്ല, സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്യാഷുകളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ബിസിനസ് മോഡലിൻ്റെ പേരാണ് ഇൻസ്റ്റാഗ്രാം ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിങ്. ഓക്കെ, അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളൊക്കെ സെല്ലാക്കും. സോ അതാണ് ഈ ഒരു ബിസിനസ് മോഡലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മുടെ ഈ ഒരു വീഡിയോ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുക ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ അത് ഫുള്ള് കണ്ടാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാം ചൂസ് ചെയ്യുന്നത്, എന്താണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് എത്ര തരം ഉണ്ട്, ഡിജിറ്റൽ പ്രോഡക്റ്റ് ഫിസിക്കൽ പ്രോഡക്റ്റ് എന്താണ്, അതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. ഓക്കെ, സോ നമ്മൾ എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ചൂസ് ചെയ്തു അതെല്ലാം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ മതി, നമുക്ക് എല്ലാം ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ വീട്ടിൽ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ പകുതി കണ്ടിട്ട് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ ബാക്കി ബോർഡടിച്ച് കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ ബാക്കി പലരും കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ കണ്ടാൽ മതി, അല്ലെങ്കിൽ എന്നെ പേഴ്സണായിട്ട് കോൺടാക്ട് ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് കാണാൻ പറ്റും. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ്, അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിംഗ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്? കാരണം വേറൊന്നുമല്ല, നമ്മൾ ഒൺലി വൺ തിങ് ആണ്, അതായത് ഒൺലി ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്താണ് ബിസിനസ്
ക്യാൻ ഗീവ് മോർ ദൻ 90% പ്രോഫിറ്റ്. അതായത് ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന ഡിജിറ്റൽ പ്രോഡക്റ്റ് ബിസിനസ്സിന് മാത്രമാണ് നമുക്ക് എന്താണ് 90 to 95% ഫുൾ പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ 100 രൂപയുടെ പ്രോഡക്റ്റ് സെല്ലാക്കിയാൽ സോ ഈ ഒരു ബിസിനസ് മോഡൽ മാത്രമേ എനിക്ക് എന്താണ് ഒരു 95 അല്ലെങ്കിൽ 90 റുപ്പീസ് എനിക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഒരു 100 റുപ്പീസിനായിട്ട് പ്രോഡക്റ്റ് സെല്ലാക്കിയാൽ എനിക്ക് ഏകദേശം 90 to 95% റിട്ടേൺ കിട്ടുന്ന ഒരു ബിസിനസ് മോഡലാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിംഗ്. ഓക്കെ, അതായത് ഒരു ഇ-കൊമേഴ്സ് ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായുള്ളൂ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ബിസിനസ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ അതിനായിട്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. വേറെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇതിനകത്ത് നമ്മൾ ഓൾറെഡി എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് എന്തുകൊണ്ട് നമുക്ക് ഇതൊരു നല്ലൊരു ഇൻസ്റ്റാഗ്രാം പേജ് വേണം. നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, അതായത് ഈ ഇൻസ്റ്റാഗ്രാം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഒരു ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, സോ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ 2024 ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2024 ഞാൻ ഈ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത്. കാണിച്ചു തരാനായിട്ട് എൻ്റെ പേജൊന്നും ഇപ്പോൾ ഇല്ല. ഏകദേശം 30,000 ഫോളോവേഴ്സുള്ള 3 പേജ് റൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം അത് കണ്ടിന്യൂസ്ലി ഞാൻ തന്നെ കൺസിസ്റ്റൻ്റ് പൊക്കിക്കൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ഒരു പേജൊക്കെ റിമൂവ് ആയി പോയിട്ടുണ്ട്. അതായത് ആ ടൈമിൽ എന്തോ ബഗ്ഗുകളൊക്കെ അടിച്ചിട്ട് എൻ്റെ ഒരു പേജ് റിമൂവ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, സോ അതൊന്നും സീനൊന്നുമില്ല, കാരണം എനിക്ക് അത്യാവശ്യം വൈറലാവുള്ള സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ അറിയാവുകൊണ്ട് എനിക്കിപ്പം പേജ് സ്റ്റാർട്ടാക്കിയാലും സെയിൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഫുള്ളായിട്ട് കാണാം. എനിക്ക് ഏകദേശം ഒരു 30,000 ഫോളോവേഴ്സുള്ള 3 ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് റണ്ണാക്കിയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാടധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ റാൻഡമായിട്ടൊരു പേഴ്സണൽ ഇൻസ്റ്റാ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പം എസ്തെറ്റിക്കാനുള്ള നെയിംസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മാസ് നെയിംസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൊക്കെ ആയിരിക്കും, ചില XY ഒക്കെ കൂട്ടിയിട്ടായിരിക്കും. ഓക്കെ, സോ അതൊന്നുമല്ല നമ്മൾ ഈ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യാണ്ട് പോകുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രാൻഡാണ്. അതായത് നിങ്ങളിപ്പോൾ ഡിജിറ്റൽ പ്രോഡക്ട്സ് എല്ലാക്കാനായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് ലൈക്ക് ബ്രാൻഡാണ്. ഓക്കെ, ഒരു ബിസിനസ് നെയിം അല്ലെങ്കിൽ ഒരു ഷോപ്പിനെ കണക്കത്തൊരു ബ്രാൻഡ് നെയിമാണ് നിങ്ങൾ കരുതുക. ഓക്കെ, അത് നിങ്ങളുടെ ഒരു സ്റ്റോറാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിതമാണ് സാധനം, അതൊരു ബ്രാൻഡായിട്ട് നിങ്ങൾ കരുതുക. എന്നിട്ട് നമ്മൾ ഒരു വിന്നിംഗ് പ്രൊഫൈൽ ക്രിയേറ്റ് ആക്കണം. അവിടെ കാണാൻ പറ്റും, എ പ്രൊഫഷണൽ ആൻഡ് ക്ലീൻ ലുക്കിംഗ് പ്രൊഫൈൽ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു പീപ്പിൾ ഫോളോ യു. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത്ര പ്രൊഫഷണലാണെന്ന് നമുക്ക് ആൾക്കാർക്ക് തോന്നണം. ഓക്കെ, നിങ്ങളെ കസ്റ്റമറിന് തോന്നണം ഇത്ര പ്രൊഫഷണലാണ്. നിങ്ങൾ റാൻഡമായിട്ട് കുറേ പേരൊക്കെ എടുത്ത് പ്രൊഫൈലൊക്കെ എടുത്തിട്ടാൽ നിങ്ങൾക്കൊന്നും കിട്ടാണ്ട് പോകുന്നില്ല. ഓക്കെ, സോ അതുമായിട്ട് തന്നെ ജസ്റ്റ് അടിപൊളി പേർന്ന് ക്രിയേറ്റ് ആക്കും. ഓക്കെ, പേര് ചുമ്മാ ക്രിയേറ്റ് ആക്കിയാൽ പോരാ, നിങ്ങൾ സെല്ലാക്കുന്ന പ്രോഡക്റ്റ് എന്താണ്, അതിനെക്കുറിച്ചുള്ള പേരുകൾ ഇടുക. അതിനുശേഷം when the viewers come to your profile they should feel like you are a professional. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ലൊരു പ്രൊഫഷണലായുള്ള പേരിടാൻ ഒരു ക്യാച്ച് ചെയ്യാനുള്ളൊരു യൂസർ നെയിം ഇടുക. അതിനുശേഷം നല്ലൊരു പ്രൊഫൈൽ പിക്ക് ഇടുക, പിന്നെ നല്ലൊരു ബയോയും കാണാൻ കൊടുക്കുക. ഓക്കെ, എത്ര മാത്രമേ ഉള്ളൂ. പ്രൊഫൈൽ പിക്കും നെയിമും അതുപോലെ തന്നെ ബയോയും. അതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയാലും ഞാനിപ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ നെയിമാണ്. എന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ പ്രൊഫൈൽ നെയിം നോക്കും, പ്രൊഫൈൽ പിക്ക് നോക്കും, പിന്നെ നോക്കുന്നത് ആ ഒരു ബയോയാണ്, ഇവൻ എന്താണ് സംഭവം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു എഡിറ്റിംഗ് കോഴ്സാണ് സെല്ലാക്കുന്നത്. നിങ്ങളിപ്പോൾ എഡിറ്റർ ആണെങ്കിൽ അത് നമ്മൾ കയറുമ്പോഴത്തേക്ക് നിങ്ങൾ DP നോക്കും. നിങ്ങൾ എഡിറ്റ് DP ആണോ വേറെ ആയാലും എഡിറ്റ് DP ആണോ നമ്മൾ നോക്കും. ഓക്കെ, അപ്പം ഞാൻ വിചാരിക്കും ഈ ഒരു DP ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്, ഇവ എഡിറ്റ് DP അല്ല എന്ന് ഞാൻ വിചാരിക്കും. സോ നിങ്ങളുടെ DPകളൊക്കെ ഇട്ടിട്ടുണ്ട്, അതുപോലെ അടിപൊളി പേരിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ട് ബയോ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നും ഇവൻ പ്രൊഫഷണലാണ്, എനിക്ക് ഒരു വർക്ക് ചെയ്യണം. ആ ഒരു വർക്ക് എന്താ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പെയ്ഡ് വർക്ക് തരും. ഓക്കെ, സോ അതാണ് സംഭവം. സോ ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിളായിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾ ഫോട്ടോ കൊടുക്കുക, നല്ലൊരു നെയിം കൊടുക്കുക, നല്ലൊരു ബയോ കാണാൻ കൊടുക്കുക. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അതാണ് ബേസിക് ഉള്ള കാര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഒരു ബ്രാൻഡ് ലൈക്കാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ സ്റ്റോർ കണ്ടു കാണും. ഓക്കെ, അത് കണക്ക് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ എടുത്താൽ മാത്രം മതി. ഒരു ഇൻസ്റ്റാഗ്രാം പേജ്, ഒരു പ്രൊഫഷണൽ ഇൻസ്റ്റാഗ്രാം പേജ് ബിൽഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് പല രീതികളും ഇൻകം കിട്ടുന്നുണ്ട്. എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പം ഒരു പ്രോഡക്റ്റ് സെല്ലാക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ടാക്കി തന്നെ നിങ്ങൾക്ക് പല ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ റീൽ വൈറലായാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഫോളോവേഴ്സ് വരും. സോ ഒരു ഫോളോവേഴ്സ് കണ്ടാൽ നിങ്ങൾക്ക് പല ബ്രാൻഡ് കൊളാബറേഷൻസ് കിട്ടും, പല സ്റ്റോറി പ്രൊമോഷൻസ് കിട്ടും, നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും, സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ പ്ലാൻ ഇടുമ്പോൾ ആൾക്കാർ വാങ്ങും. ഓക്കെ, അങ്ങനെ പല ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഇൻസ്റ്റാഗ്രാം കാർഡിലൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇൻസ്റ്റാഗ്രാം വെച്ച് തന്നെ നിങ്ങൾക്ക് മാസം കുറഞ്ഞ ഒരു 10K ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം പേജ് ബിൽഡ് ചെയ്താൽ കുറേ അധികം ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മളുടെ ബിൽഡ് ചെയ്യുന്നത് ഡിജിറ്റൽ പ്രോഡക്ട്സ് എല്ലാക്കാനായിട്ട് വേണ്ടി മാത്രമാണ്. പക്ഷേ അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഡിജിറ്റൽ പ്രോഡക്ട്സ് എല്ലാക്കാനായിട്ട് ഒരു പേജ് ബിൽഡ് ചെയ്താൽ തന്നെ പല രീതിയിലുള്ള പ്രൊമോഷൻസ് ആണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പ്രൊമോസ് വരുന്നുണ്ട്, ഗിഫ്റ്റ്, കൊളാബറേഷൻസ്, സബ്സ്ക്രിപ്ഷൻസ്, അഫിലിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രോഡക്റ്റ് സെല്ലിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒട്ടനവധി നിങ്ങൾക്ക് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ കിട്ടുന്നുണ്ട്. സോ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിൽ
കുറേ അധികം ഡിസഡ്വാൻറ്റേജ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേ അധികം അഡ്വാൻറ്റേജ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളത്. ഓക്കെ, ഞാൻ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്ക്രോളിങ്ങിന് യൂസ് ചെയ്യാറില്ല. ഞാൻ ഒരു ട്രെൻഡിങ് പ്രോഡക്റ്റ് അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമേ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, സോ പിന്നെ നമുക്ക് എന്താണ് ഇനി ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്ര നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ഒരു അടിപൊളി പ്രൊഫൈൽ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾ എന്താണ് നിങ്ങൾ സെല്ലാക്കുന്ന ഒരു നിങ്ങൾ എന്താണ് സെല്ലാക്കുന്ന ആ ഒരു ടൈപ്പ് പ്രൊഫൈൽ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ കുറച്ച് ഗാഡ്ജറ്റ് സെല്ലാക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ അതിനോട് ബന്ധമില്ലാത്തൊരു പേരും അതിനോട് ബന്ധമില്ലാത്ത DP ആളൊക്കെ ഇട്ടിട്ട് ആ ഒരു ഗാഡ്ജറ്റ് പ്രൊമോട്ട് ചെയ്താൽ എന്താണ് സ്വാഭാവികമായിട്ട് എനിക്ക് എന്താണ് റീച്ച് കിട്ടില്ല, പ്രൊഫൈൽ വിസിബിലിറ്റി കുറയും. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ പ്രോഡക്റ്റ് സെല്ലാക്കുന്നുണ്ട്. സോ അതിനകത്ത് എന്ന് വെച്ചാൽ ആ റിലേറ്റഡ് നെയിം ഇടുക, എന്നിട്ട് ആ റിലേറ്റഡ് DP ഇടുക, ആ റിലേറ്റഡ് ബയോ ഇടുക, എന്നിട്ട് എന്താണ് ഞാൻ ആ പ്രോഡക്റ്റിനെ പ്രൊമോഷൻ ചെയ്യും. അപ്പോൾ എനിക്ക് റീച്ച് കിട്ടും. സോ നിങ്ങൾ അതിനോട് ബന്ധമുള്ള സംഭവം മാത്രം ഇടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താണ് സെയിൽസാണ് വേണ്ടത്. നമ്മളിപ്പം പ്രൊഫൈൽ ബുക്ക് ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൈസയാണ് വേണ്ടത്. അതായത് ഇനി നമുക്ക് സെയിൽസ് കിട്ടണം. നമ്മളെ പ്രോഡക്റ്റ് ഇവിടെ സെല്ലാക്കിയാൽ മാത്രമേ നമുക്ക് സെയിൽസ് കിട്ടുള്ളൂ. ഓക്കെ, സെയിൽസ് കിട്ടാനായിട്ട് ആദ്യം വേണ്ടത് ഒരു പ്രോഡക്റ്റാണ്. അത് നിങ്ങൾ ഉണ്ടാക്കിയല്ലോ. അതായത് നിങ്ങൾ പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീസെല്ലിംഗ് പ്രോഡക്റ്റ് ഒക്കെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീസെല്ലിംഗ് എല്ലാമൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് റീസെല്ലിംഗ് ചെയ്യാൻ പ്രോഡക്റ്റ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ സെയിൽസ് കിട്ടേണ്ട നമുക്ക് ആദ്യം വേണ്ടത് പ്രോഡക്റ്റാണ്. അതിനായിട്ട് ആദ്യം ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് പ്രോഡക്റ്റ് എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്യാൻ പറ്റും, ജെമിനി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പ്രോഡക്റ്റ് ഐഡിയാസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒരിക്കലും നിങ്ങൾ റെഡിമെയ്ഡായിട്ട് യൂസ് ചെയ്യരുത്. ഓക്കെ, അത് പ്രോപ്പറായിട്ടുള്ള സംഭവമല്ല. റെഡിമെയ്ഡ് ഒരിക്കലും ചെയ്യരുത്. അതായത് ChatGPT ഇതിൻ്റെ റെഡിമെയ്ഡായിട്ട് എടുക്കാൻ പറയരുത്. ഓക്കെ, അതൊക്കെ മിസ്റ്റേക്കാണ്. ഈ മിസ്റ്റേക്ക് 100% പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം റീസർച്ച് ചെയ്യുക. അതായത് ഐഡിയാസ് ഗെയിൻ ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾ എന്താണ് മാക്സിമം റീസർച്ച് ചെയ്തിട്ട് ChatGPT ഐഡിയയും ജെമിനിയുടെ ഐഡിയ കൊടുത്ത് നിങ്ങളുടെ ഐഡിയ കൊടുത്ത് കൂട്ടിച്ചേർത്തൊരു കോഴ്സ് നിങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സോ ബുക്കോ എന്തെങ്കിലും ലോഞ്ച് ചെയ്യാം. ഡിജിറ്റൽ ബോർഡ് എന്തൊക്കെ അറിയാമല്ലോ. ബുക്സ്, ടെംപ്ലേറ്റ്സ്, പല സംഭവം. ബുക്ക്സ് ഉണ്ട്, ടെംപ്ലേറ്റ്സ് ഉണ്ട്, കോഴ്സസ് ഉണ്ട്, മെൻറ്റർഷിപ്പ് ഉണ്ട്, 1-to-1 മെൻറ്റർഷിപ്പ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. പിന്നെ പല ടീംസുകളൊക്കെ അറിയാം. അതായത് ക്യാൻവയുടെ മെമ്പർഷിപ്പ് എടുത്തു കൊടുക്കും. സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് കൂട്ടി കൊടുക്കും. അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി. സോ അതൊക്കെ ഓൺലൈനിലൂടെ പൈസ ഏൺ ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് വേണം. സോ പ്രോഡക്റ്റ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് AI സഹായത്തോടെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്കില്ല് അറിയാം. എക്സാമ്പിൾ നിങ്ങൾക്ക് ട്രേഡിങ് അറിയാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിയാം, വെബ് ഡെവലപ്പറാണ്, നിങ്ങൾക്ക് ലാംഗ്വേജസ് അറിയാൻ പറ്റും, കോഡിങ് അറിയാനായിട്ട് പറ്റും. സോ അതിൻ്റെ ഒരു കോഴ്സ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ സെല്ലാക്കാനായിട്ട് പറ്റും. സോ അത്ര മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇപ്പം നിങ്ങൾ ഇത്രയും ഉണ്ടാക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ മാത്രം ഇത് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് കാണാനായിട്ട് പറ്റും. നമ്മുടെ ഇപ്പം സ്റ്റാർട്ട് ചെയ്യേണ്ട വേണ്ടിയുള്ള ബെസ്റ്റ് പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഫിനാൻസ് വരുന്നുണ്ട്, എഡിറ്റിംഗ് വരുന്നുണ്ട്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്, മണി വരുന്നുണ്ട്, സ്കില്ല് വരുന്നുണ്ട്, ഫിറ്റ്നസ് വരുന്നുണ്ട്, ബിസിനസ് ഉണ്ട്. സോ ഇത് പല പേജസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ഞാൻ എക്സാമ്പിളായിട്ട് 1-2 പേജസും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് കാണിച്ചു തരാം. അതൊക്കെ മോട്ടിവേഷൻ പേജസാണ്. അത് സെൽഫ് ഡെവലപ്മെൻറ്റ് പേജസും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ഫിനാൻസിനെ കുറിച്ച് അറിയാമെങ്കിൽ ഫിനാൻസ് പേജ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റിംഗ് അറിയാമെങ്കിൽ എഡിറ്റിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ സെൽഫ് ഡെവലപ്മെൻറ്റുകളൊക്കെ അറിയാമെങ്കിൽ ഈ ഒരു പേജസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനുള്ള റിലേറ്റഡ് ഒരു കോഴ്സോ അല്ലെങ്കിൽ പ്രോഡക്റ്റോ വേണം. അപ്പോൾ നിങ്ങൾക്ക് സെല്ലാകാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ മണി റിലേറ്റഡ് കണ്ടന്റ് ഇറക്കിയാൽ നിങ്ങൾക്ക് എന്താണ് അങ്ങനത്തെ കണ്ടന്റുകളൊക്കെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കോഴ്സിന് അങ്ങനെ സെല്ലാക്കാൻ പറ്റും. സോ എഡിറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ എഡിറ്റിംഗ് വർക്കൊക്കെ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് DM വർക്ക് വരും. അതുപോലെ തന്നെ എഡിറ്റിംഗ് കോഴ്സ് സെല്ലാക്കാനായിട്ട് പറ്റും. അങ്ങനെ പല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇത് എക്സാമ്പിൾ മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വല്ല കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പേജ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ആകാണ്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇത് പറയാം. നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ ടൈപ്പ് പേജ് സ്റ്റാർട്ടാക്കിയിട്ട് ആ ഒരു പ്രോഡക്റ്റ് സെല്ലാക്കാണ്ട് പറ്റും. ഓക്കെ, പ്രോഡക്റ്റിൻ്റെ വാല്യൂ അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് സെയിൽസ് കിട്ടുള്ളൂ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ ലോ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അതായത് ഒരു അഴുക്ക പ്രോഡക്റ്റ് ആണ് വിചാരിക്കാം. ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ അവരുടെ പ്രൊമോട്ട് ചെയ്ത് ഏകദേശം 100K വ്യൂസ് കിട്ടി. നിങ്ങളുടെ സെയിൽ അപ്പോൾ 5 സെയിലേ കിട്ടിയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ റേറ്റ് ഒക്കെ വെറും കുറവാണ്, 49-99 രൂപയൊക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് സെയിൽസ് കിട്ടിയ വെറും 5 മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പോരായ്മ മാത്രമാണ്. ഓക്കെ, അതാണ്. ഇപ്പം നിങ്ങളൊരു അടിപൊളി പ്രോഡക്റ്റ് ആണെങ്കിൽ 1 ലക്ഷം പേര് കണ്ടാൽ ഏകദേശം ഒരു 10, 50,000 അല്ലെങ്കിൽ 40,000 പേര് വാങ്ങും. ഓക്കെ, അത്രയും ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ അനുസരിച്ച് ആൾക്കാർ വാങ്ങുന്നതായിരിക്കും. സോ അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ
പ്രൊഡക്റ്റ് എത്രമാത്രം ബെനിഫിറ്റ് ആവും ആൾക്കാർക്ക്, അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്രമാത്രം പ്രോബ്ലം സോൾവിങ് ആണ്, അല്ലെങ്കിൽ എത്രമാത്രം ട്രെൻഡിങ് ആണ്, അല്ലെങ്കിൽ എത്രമാത്രം ആൾക്കാർക്ക് യൂസ്ഫുൾ ആണ്, അത്രയും സെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഇത്ര മാത്രമുള്ള കേസ് ഇന്നത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ പ്രോഡക്റ്റ് ചൂസ് ചെയ്തിട്ടുള്ളത്, എങ്ങനെ നമുക്ക് സെല്ലാക്കാനായിട്ട് പറ്റും, എങ്ങനെ പ്രോഡക്റ്റ് ഫൈൻഡ് ആക്കാനായിട്ട് പറ്റും, എന്തുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്, എങ്ങനെ നമുക്കൊരു പേജ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ആണ്, സ്വാഭാവികമാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിന് ചോദിക്കാണ്ട് പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ബയോയിൽ ഒരു ഫ്രീ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇത്രയും കണ്ട ഫ്രണ്ട്സ്, നന്ദി. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് മറക്കണ്ട. ഓക്കെ, റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടി തോന്നുന്നുണ്ട്. സോ മണി റിലേറ്റഡ് കണ്ടന്റ് മാത്രമേ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അതായത് ട്രെൻഡിങ് കണ്ടന്റും അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അത് ഇഷ്ടപ്പെടുന്നതാണ് ചാനലുകളൊക്കെ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, സോ ഡൗട്ടിനായി ചോദിക്കാണ്ട് മറക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ എക്സാക്ട് സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഇത് ഫോളോ ചെയ്താൽ മാത്രം മതി. എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുള്ളൂ, ജസ്റ്റ് കൺസിസ്റ്റന്റ് പോവാ. ഓക്കെ, കൺസിസ്റ്റന്റ് നിർത്തിയാൽ നിങ്ങൾ ഇപ്പോൾ 10 ദിവസം ചെയ്ത് ഒരു 15 ദിവസം ഒന്നും നടന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ സ്റ്റോപ്പ് ആകരുത്. ഓക്കെ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ സ്റ്റോപ്പ് ആക്കിയത്, നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ആകും, പിന്നെ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റില്ല. ഓക്കെ, പിന്നെ എന്തിനാണ് നിങ്ങൾ സ്റ്റാർട്ട് ആക്കിയത്, നിങ്ങൾ ചിന്തിച്ച് നോക്കാം. നിങ്ങൾ സ്റ്റാർട്ട് ആക്കിയത് നിങ്ങൾക്ക് വിന്നാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ പൊക്കോണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, നിങ്ങൾ പേജ് ഒരിക്കലും റീച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസീവ് അതിന് എൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പ്രൊമോഷൻസ്, സ്റ്റോറി പ്രൊമോഷൻസ്, കൊളാബറേഷൻസ്, സബ്സ്ക്രിപ്ഷൻസ്, മെന്റർഷിപ്പ്, നിങ്ങൾ അതെല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം ബ്രാൻഡ് പേജ് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ട് തോന്നുന്നു. നിങ്ങൾ ഡൗട്ടുകളൊക്കെ കാണും, ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ മെന്റർഷിപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് 1-to-1 മെന്റർഷിപ്പ് ആളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ട പറ്റും. 1-to-1 മെന്റർഷിപ്പ് വേണമെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ടുകളെ ചോദിക്കേണ്ട പറ്റുന്നതായിരിക്കും. അപ്പം ഫ്രീ മെന്റർഷിപ്പിലും ചോദിക്കേണ്ട പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയി തരുന്നതായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യേണ്ട പറ്റുന്നതായിരിക്കും. എല്ലാം നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ പറഞ്ഞ് എല്ലാവരും നമ്മുടെ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ആക്കുക. സോ നമുക്ക് ഇതിന് മികച്ച അടുത്ത വീഡിയോ കാണാം. See you guys.